പഠിക്കാം. 8085 എന്താണ് ഏത് പിന്നായിരുന്നു 40 പിന്നുള്ള IC ചിപ്പ് ആയിരുന്നു അല്ലെ. അതേപോലെ തന്നെയാണ് 8051 40 പിന്നുള്ള ഒരു IC ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? 8051 40 പിന്നുള്ള ഒരു IC ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഇത് മറ്റേതുപോലെ 40 പിന്നിന് വലിയ ഡീറ്റെയിൽസ് ആയിട്ടല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ്. നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം പഠിച്ചതിൽ തന്നെ എന്തായിരുന്നു 4 പോർട്ടുകൾ ഉണ്ടാവുന്നില്ലായിരുന്നു. 4 പോർട്ടുകളും 8 ബിറ്റുകളായിട്ട് ഇരിക്കണം എന്നില്ലായിരുന്നു. ആ പോർട്ടുകൾ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ P എന്ന് പറഞ്ഞിരിക്കുന്നത്. P1 P3 P0 P2 അങ്ങനെ 4 പോർട്ടുകൾ ഉണ്ട്. 4 പോർട്ടുകളും 8 ബിറ്റുകൾ ഉള്ളതുകൊണ്ട് അതിനെ പോർട്ട് 0 പോർട്ട് 1 പോർട്ട് 2 പോർട്ട് 3 എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പോർട്ട് 0യിൽ 8 ബിറ്റ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് P0യിൽ 0 P0.1 P02 അങ്ങനെ ഓരോന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പോർട്ട് 1ൽ 8 ബിറ്റുകൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് P1ൽ 0 P1 1 P1 2 അങ്ങനെ എണ്ണമുണ്ട്. അതിൽ പോർട്ട് 3ൽ 8 എണ്ണം പറയാൻ വേണ്ടിയിട്ട് P3ൽ 0 P3ൽ 1 അങ്ങനെ P3 7 വരെ ഉണ്ട്. പോർട്ട് 2ലും അതുപോലെ തന്നെ P2ൽ 0 P2ൽ 1 P2ൽ 4 എന്നിട്ട് അങ്ങനെ ഉണ്ട്. ഇനി നമുക്ക് ഒരേ ആയിട്ട് പറയുമ്പോഴേക്കും 4 പോർട്ടുകൾ ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് പോർട്ട് 1-നകത്ത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എക്സ്ട്രാ വേറെ സിഗ്നൽസ് ഒന്നും സൈഡിൽ എഴുതിയിട്ടില്ല അല്ലെ. അപ്പോൾ അതിന് മനസ്സിലായില്ലേ പോർട്ട് 1 വന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസുകൾ കണക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. ഈ പിന്നുകൾ കൊണ്ട് വേറെ ഒരു യൂസും ഇല്ല. അതായത് വേറെ ആൾട്ടർനേറ്റീവ് ഫംഗ്ഷൻസ് ഒന്നും നിങ്ങൾ ബൈ ഡയറക്ഷണൽ പിന്നുകളാണ്. എന്നാൽ ഇൻപുട്ട് വാങ്ങാനും ഔട്ട്പുട്ട് കൊടുക്കാനും വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ പ്രത്യേകം പഠിച്ചോളും എന്നാണ് 1 തൊട്ട് 8 വരെയുള്ള പിന്നുകൾ വന്നിട്ട് പോർട്ട് 1-ന് വേണ്ടിയിട്ടുള്ള പിന്നുകളാണ്. ആ പിന്നുകൾ എന്തിനു വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ ഇൻപുട്ട് ഔട്ട്പുട്ട് പെരിഫറൽ ഡിവൈസസുകൾ കണക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൾട്ടർനേറ്റീവ് ഫംഗ്ഷൻസ് ഇവർക്ക് ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരും 8051-ൽ 4 പോർട്ട് ഉണ്ടല്ലോ, അതിൽ ഏത് പോർട്ടാണ് ആൾട്ടർനേറ്റീവ് ഫംഗ്ഷൻസ് ഇല്ലാതെ പോർട്ട് എന്ന് പറയുമ്പോഴേക്കും എട്ടോട് തന്നെ പറഞ്ഞോളും പോർട്ട് 1 ആണെന്നുള്ള കാര്യം. ഓക്കെ, ഇനി അടുത്തത് എന്താണ് 9ാമത്തെ പിന്നായിട്ട് വരുന്നത് RST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെറ്റ് പിന്നാണ്. 8051 വന്നിട്ട് മൈക്രോ കൺട്രോളർ റീസെറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നാണ് RST എന്ന് പറഞ്ഞത്. അടുത്തത് എന്താണ് പോർട്ട് 3 പിന്നുകൾ. പോർട്ട് 3 പിന്നുകൾ വന്നിട്ട് 10 തൊട്ട് 17 വരെയുള്ള പിന്നുകളാണ്. പോർട്ട് 3 പിന്നുകൾ വന്നിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകളായിട്ടും വർക്ക് ആകും. ഇതുകൂടാണ്ട് ഓരോരുത്തർക്കും ആൾട്ടർനേറ്റീവ് ഫംഗ്ഷൻസും കൂടി ഉണ്ട്. അതായത് നമ്മൾ എക്സ്റ്റർണലി വന്നിട്ട് ഡേറ്റാസുകൾ എന്താണ് എക്സ്റ്റർണലി മെമ്മറി ആയിട്ടും മൈക്രോ കൺട്രോളർ കണക്ഷൻസ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് ഡേറ്റ അവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നുണ്ടോ, റൈറ്റ് ആണോ സംഭവിക്കുന്നത്, റീഡ് ആണോ സംഭവിക്കുന്നത്, അതിന് ആവശ്യമായിട്ടുള്ള ടൈമിംഗ് സിഗ്നൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഓക്കെ. പിന്നെ വന്നിട്ട് 2 ഇന്ററപ്റ്റ് പിന്നുകളിലായിട്ട് വർക്ക് ആകാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ പോർട്ട് 3 വന്നിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് പഠിക്കുന്നതിൽ പ്രത്യേക കൂടുതലും ഒന്ന് ശ്രദ്ധ വരുത്തിക്കണം. എന്നാൽ പോർട്ട് 3 പിൻ വന്നിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഇതാണ്. പോർട്ട് 3 വന്നിട്ട് 10 to 17 ആണ്. അതിൽ പോർട്ട് 3ൽ ഫസ്റ്റ് 0 എന്ന് പറഞ്ഞ പിന്നെ എന്താണ് RST റിസീവിംഗ് ഡേറ്റാവിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചോദിക്കും റിസീവിംഗ് ഡേറ്റ വേണ്ടിയിട്ട് പോർട്ട് 3ൽ ഏത് പിന്നാണെന്ന് പറയുമ്പോഴേക്കും P3 0 ആണ്. അതായത് ട്രാൻസ്മിറ്റിംഗ് ഡേറ്റാവിന് വേണ്ടിയിട്ട് പോർട്ട് 3 1 എന്ന് പറഞ്ഞ പിന്നാണ് 11ാമത്തെ പിന്ന്. ഇന്ററപ്റ്റ് പിന്നുകളായിട്ട് INT0 INT1 ആയിട്ട് വർക്ക് ആകുന്നത് പോർട്ട് 3 2ഉം പോർട്ട് 3ലുള്ള 3ഉം ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് 2 ടൈമേഴ്സ് ഉണ്ടാകുന്നില്ല T0 T1 അത് P3 4ഉം P3 5ഉം ആയിട്ടാണ് വരുന്നത്. പിന്നെ എക്സ്റ്റർണലി ഉള്ള മെമ്മറി ആയിട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടും റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു പിന്നുകളാണ് WR ആൻഡ് RD. ഇതിൽ വന്നിട്ട് INT0 INT1 WRED ഇതിന്റെ മേലൊക്കെ ഒരു ബാർ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലോ പിന്നുകളാണ്. ഇത് നമ്മൾ 8085 പഠിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോ പിന്നുകളായിട്ടാണ് അവരെല്ലാവരും വർക്ക് ആകുന്നത്. അപ്പോൾ പോർട്ട് 3യുടെ ആൾട്ടർനേറ്റീവ് ഫംഗ്ഷൻസ് പഠിക്കുകയും വേണം. അതേസമയത്ത് ആ ഫംഗ്ഷൻസ് ചെയ്യുന്നത് ഏത് പോർട്ട് 3യിലുള്ളതാണെന്നുള്ളത് ഓരോന്നും ഓർത്ത് വെച്ചോളണം. ഓക്കെ, ഇനി അടുത്തത് എന്താണ് 18 19 പിന്നുകളെ കുറിച്ചിട്ട് നോക്കാം. 18 19 പിന്നുകൾ എന്താണ് XTAL1 XTAL2 എന്ന്. അത് എന്തിനാ വേണ്ടിയതാണ് നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം പഠിപ്പിച്ചപ്പോൾ ഓസിലേറ്റർ എന്ന് പറഞ്ഞില്ലായിരുന്നു. അതെന്താണ് എക്സ്റ്റർണലി ക്രിസ്റ്റൽ ഓസിലേറ്റർ കണക്ഷൻ ചെയ്തിട്ട് ക്ലോക്ക് ഫ്രീക്വൻസി സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതിനകത്ത് ഒരു പിൻ കണക്ഷൻ വേണ്ടേ. അങ്ങനെ എക്സ്റ്റർണലി ക്ലോക്ക് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ വന്നിട്ട് കണക്ഷൻസ് ആയിരിക്കും. അങ്ങനെ കണക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നുകളാണ് XTAL1ഉം XTAL2ഉം. അടുത്തത് 20 പിൻ എന്താണ് ഗ്രൗണ്ട് പിന്നാണ്. ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പൊ ഈ സൈഡ് മൊത്തം ഉള്ളതെല്ലാം കഴിഞ്ഞു. ഈ സൈഡിലുള്ളത് എന്താണ് പോർട്ട് 1ന്റെ 8 പിന്നുകൾ ഉണ്ട്. ഓൺലി യൂസ്ഡ് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് മാത്രമേ വർക്ക് ആകത്തുള്ളൂ. ആൾട്ടർനേറ്റ് ഫംഗ്ഷൻസ് ഒന്നും ഇല്ല. അടുത്തത് RST പിന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 8051 മൈക്രോ കൺട്രോളർ റീസെറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നാണ് RST എന്ന് പറഞ്ഞ പിന്നെ പോർട്ട് 3 പിന്നുകൾ വന്നിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകളായിട്ട് വർക്ക് ആകുന്നത് കൂടാണ്ട് ആൾട്ടർനേറ്റീവ് ഫംഗ്ഷൻസ് ചെയ്യും. അതായത് എക്സ്റ്റർണലി മെമ്മറി കണക്ഷൻ ചെയ്യുമ്പോഴേക്കും ടൈമറായിട്ടും ഡേറ്റാസുകൾ റിസീവ് ചെയ്യാനായിട്ടും സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടും റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇന്ററപ്റ്റ് സിഗ്നൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നുകളായിട്ട് അത് വർക്ക് ആകും. പിന്നെ അടുത്തത് 18 19 എക്സ്റ്റർണലി ക്രിസ്റ്റൽ ഓസിലേറ്റർ ക്ലോക്ക് ഫ്രീക്വൻസി സിഗ്നൽ വന്നിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നുകളാണ് 18 19. പിന്നെ 20ാമത്തെ പിന്ന് ഗ്രൗണ്ട് പിന്നാണ് അല്ലെ. ഇനി ഇപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോഴേക്കും എന്താണ് ഇവിടെ നിന്ന് വരാം. ഇവിടെ നിന്ന് വരുമ്പോഴേക്കും എന്താണ് പോർട്ട് 2 പിന്നുകൾ നോക്കിയാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകളായിട്ടും വർക്ക് ആകും. സൈഡിൽ എന്തായിരിക്കണം A8 to A15 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അതായത് ഈ പോർട്ട് 2 പിന്നുകൾ വന്നിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകളായിട്ട് വർക്ക് ആകും. അതേസമയത്ത് ആൾട്ടർനേറ്റീവ് ഫംഗ്ഷൻസും ഉണ്ട് ഇവർക്ക്. അതായത് ഹൈ അഡ്രസ്സുകളായിട്ട് വർക്ക് ആകും. അഡ്രസ് എന്ന് പറയുമ്പോഴേക്കും 16 ബിറ്റ് അഡ്രസ് ലൈൻസ് ഉള്ളതാണ് ഈ 80. ആൾട്ടർനേറ്റീവ് ഫംഗ്ഷൻസും ഉണ്ട് ഇവർക്ക്. അതായത് ഹൈ അഡ്രസ്സുകളായിട്ട് വർക്ക് ആകും. അഡ്രസ് എന്ന് പറയുമ്പോഴേക്കും 16 ബിറ്റ് അഡ്രസ് ലൈൻസ് ഉള്ളതാണ് ഈ 8051 എന്ന് പറയുന്നത്. അതിൽ 16ൽ 8 എണ്ണം വന്നിട്ട് ഈ പോർട്ട് ഹയർ ഓർഡർ അഡ്രസ് ബസ് നമ്മൾ പറഞ്ഞില്ലേ. അങ്ങനെ ഹയർ ഓർഡർ അഡ്രസ് ബസ്സുകൾ ആയിട്ട് വർക്ക് ആകുന്ന പിന്നുകളാണ് ഈ പോർട്ട് 2. അതായത് നമ്മൾ എക്സ്റ്റർണലി വന്നിട്ട് ഒരു മെമ്മറി കണക്ഷൻ ചെയ്യുന്ന പറഞ്ഞില്ലായിരുന്നോ എക്സ്റ്റർണൽ മെമ്മറി അല്ലെ. ആ എക്സ്റ്റർണൽ മെമ്മറിന്നാണ് ഒരു ഡേറ്റ വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു അഡ്രസ്സ് നമ്മൾ സെൻഡ് ചെയ്യേണ്ടേ. ആ സമയത്ത് ഈ പിന്നുകൾ ഫുള്ളും അഡ്രസ് ആയിട്ട് വർക്കായിട്ട് ഡേറ്റാസുകൾ വാങ്ങിക്കും. ആ അഡ്രസ്സിൽ ഹയർ ഓർഡർ അഡ്രസ്സും ഉണ്ട് ലോ ഓർഡർ അഡ്രസ്സും ഉണ്ട് അല്ലെ. അപ്പോൾ ഈ പോർട്ട് 2 പിന്നുകളാണ് ഹയർ ഓർഡർ പിന്നുകളായിട്ട്
വർക്ക് ആകുന്നത്. ഓക്കെ, ഇനി പോർട്ട് 0 കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു 3 എണ്ണം പഠിക്കാം. പോർട്ട് 0 എന്ന് പറയുന്നതും എന്താണ് ഇവിടെ വരെ പോർട്ട് 0 എവിടെ തൊട്ട് വരും 32 തൊട്ട് 39 വരെയുള്ള പിന്നുകൾ പോർട്ട് 0 പിന്നുകളാണ്. ഇവർ എന്താണ് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകളായിട്ടും വർക്ക് ആകും, അതേ സമയത്ത് അഡ്രസ് ആൻഡ് ഡേറ്റ ബസ്സുകളായിട്ടും വർക്ക് ആകും അല്ലെ. അപ്പൊ എന്താണ് നമ്മൾ നേരത്തെ അഡ്രസ് ബസ് ആയിട്ട് ഹയർ ഓർഡർ അഡ്രസ് ബസ് മാത്രമാണ് നമ്മൾ പറഞ്ഞത്, അതേസമയത്ത് ലോ ഓർഡർ അഡ്രസ് ബസ്സും വേണ്ടേ. അങ്ങനെ ലോ ഓർഡർ അഡ്രസ് ബസ്സുകളായിട്ട് വർക്ക് ആകാൻ വേണ്ടിയിട്ടാണ് പോർട്ട് 0 പിന്നുകൾ വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിലും തന്നെ ഒരു ആൾട്ടർനേറ്റീവ് ഫംഗ്ഷൻസും കൂടി ഉണ്ട്. എന്താണ് ഈ പിന്നുകളെല്ലാം അഡ്രസ് ആയിട്ടും വർക്ക് ആകും, അതേസമയത്ത് ഡേറ്റ ആയിട്ടും വർക്ക് ആകുന്ന ഒരു പിന്നുകളാണ് അല്ലെ. അപ്പൊ നമ്മൾ 8085 പഠിച്ചതുപോലെ തന്നെ അവിടെ AD0 to AD7 വരെയുള്ള പിന്നുകൾ അഡ്രസ് ആയിട്ട് വർക്ക് ആകും. പിന്നെ ഒരു ഡിപെൻഡ് പണ്ട് ഒരു സിഗ്നൽ വെച്ചിട്ട് ഡേറ്റ ആയിട്ട് വർക്ക് ആകും എന്ന് പറഞ്ഞാൽ അത് ഏത് സിഗ്നലാണ് ALE അല്ലെ, അഡ്രസ് ലാച്ച് ഇനേബിൾ എന്ന് പറഞ്ഞ ഒരു പിന്നാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പിന്നാണ് ഈ 30 കിടക്കുന്നത്. ഓക്കെ, അഡ്രസ് ലാച്ച് ഇനേബിൾ ഏതാണ് ഈ പിന്നുകൾ വന്നിട്ട് അഡ്രസ് ആയിട്ട് വർക്ക് ആയിട്ട് ഡേറ്റ ആയിട്ട് വർക്ക് ആകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പിന്നാണ് അഡ്രസ് ലാച്ച് ഇനേബിൾ എന്ന് പറഞ്ഞ പിന്ന്. ഈ അഡ്രസ് ലാച്ച് ഇനേബിൾ പിന്നെ എക്സ്ട്രാ വേറെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനും കൂടി ഉണ്ട്. ഓക്കെ, അതായത് പ്രോഗ്രാമിംഗ് എക്സ്റ്റേണലി പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഒരു പിന്നുമാണ്. പിന്നെ ലാസ്റ്റ് ഇനി വരുന്നത് EA എന്ന് പറഞ്ഞ ഒരു പിന്നെ എക്സ്റ്റേണൽ ആക്സസ് എന്ന് പറഞ്ഞ ഒരു പിന്നാണ്. എക്സ്റ്റേണൽ ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റർണലി മെമ്മറി യൂസ് ചെയ്യുന്നത് പകരം എക്സ്റ്റേണലി ആണ് മൈക്രോ കൺട്രോളർ മെമ്മറിയിൽ നിന്ന് ഡേറ്റാവ് വാങ്ങിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ എക്സ്റ്റേണൽ ആക്സസ് പിന്നിൽ കൂടി എന്താണ് സിഗ്നൽ വരുന്നത് വെച്ചിട്ടാണ് ഇന്റർണലി ആണോ എക്സ്റ്റേണലി ആണോ നമുക്ക് വരുന്നത്. ഇത് മാറിയിട്ടിരിക്കുന്നത് കൊണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ 1 and 0 വെച്ചിട്ട് ഇന്റർണലിയും ഡേറ്റ മൂവ്മെന്റ്സ് ആകും, അല്ലെങ്കിൽ എക്സ്റ്റേണലി ആയിട്ടുള്ള ഡേറ്റ ആയിട്ട് മൂവ്മെന്റ്സ് ആകും. അതിന്റെ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് ഈ PSE എന്ന് പറയുന്നത്, പ്രോഗ്രാം സ്റ്റോർ ഇനേബിൾ എന്ന് പറഞ്ഞ പിന്നാണ്. ഈ പ്രോഗ്രാം സ്റ്റോർ ഇനേബിൾ എന്ന് പറഞ്ഞ പിന്നെ എക്സ്റ്റേണലി വന്നിട്ട് ഡേറ്റാസുകൾ കളക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പിന്നാണ് പ്രോഗ്രാം സ്റ്റോർ ഇനേബിൾ എന്ന് പറയുന്നത്. ഇനി വരുന്നത് VCC എന്ന് പറഞ്ഞത് നമ്മൾ ഈ മൈക്രോ കൺട്രോളർ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഒരു 5 വോൾട്ട് DC സപ്ലൈ കൊടുക്കണം. അങ്ങനെ 5 വോൾട്ട് DC സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നാണ് VCC എന്ന് പറഞ്ഞത്. ആ VCC തന്നെയാണ് ഈ EA എന്ന് പറഞ്ഞ ഒരു പിന്നോടെയും കണക്റ്റഡ് ആയിരിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഈ എക്സ്റ്റേണൽ ആക്സസ് പിന്നെ എക്സ്റ്റേണലി ഉള്ള മെമ്മറി ആയിട്ടാണ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്ന് പറയുമ്പോഴേക്കും ആ സമയത്ത് അത് 0 കണക്റ്റഡ് ആയിരിക്കും. അതേസമയത്ത് ഇന്റർണലി ഉള്ള ഡേറ്റ ആയിട്ടാണ് കണക്ഷൻസ് എന്ന് പറയുമ്പോഴേക്കും VCC ആയിരിക്കും, അതായത് 5 വോൾട്ട് സപ്ലൈ ആയിരിക്കും അവിടെ വരുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു കണക്ഷൻസ് വെച്ചിട്ട് ഇന്റർണലി മെമ്മറി അല്ലെങ്കിൽ എക്സ്റ്റേണലി മെമ്മറി ആയിട്ട് ഒന്ന് ഡേറ്റ മൂവ്മെന്റ്സ് വന്നിട്ട് സംഭവിക്കും. ഓക്കെ, ഇതിന്റെ ഒരു നോട്ട്സ് ആണ് ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇത് 1 to 8 എന്ന് പറഞ്ഞത് എന്തെന്ന് പറഞ്ഞായിരുന്നു, ഇത് പോർട്ട് 1നെ കുറിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞ് ഇത് എന്തെവിധ വേറെ ഫംഗ്ഷൻസ് ഒന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. ഓൺലി എന്താണ് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ മാത്രമേ വർക്ക് ആകത്തുള്ളൂ. ഇതാണ് ഇതിന്റെ വളരെ ഇമ്പോർട്ടന്റ്. അടുത്തത് പിൻ 9 എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു, റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു, അതായത് മൈക്രോ കൺട്രോളർ പിന്നെയും എന്താണ് ഇനിഷ്യൽ വാല്യൂയിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞായിരുന്നു അല്ലെ. അടുത്തത് 10 to 17 വന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്, പോർട്ട് 3ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. പോർട്ട് 3 എന്താണ് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകളായിട്ടും വർക്ക് ആകും. ഇതുകൂടാണ്ട് ഇന്ററപ്റ്റ് ആയിട്ട് വർക്ക് ആകുമെന്ന് നമ്മൾ പറഞ്ഞു, ടൈമർ ആയിട്ട് വർക്ക് ആകുമെന്ന് പറഞ്ഞു. പിന്നെ എന്താണ് കൺട്രോൾ സിഗ്നൽസ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിഗ്നൽസ് ആയിട്ട് വർക്ക് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അടുത്തത് എന്താ, പിൻസ് 18 to 19 and 19 എന്താണ് ക്രിസ്റ്റൽ ഓസിലേറ്റർക്ക് വേണ്ടിയിട്ടാണ്. എന്താണ് പുറത്തത്തെ എക്സ്റ്റേണൽ ക്ലോക്ക് ഫ്രീക്വൻസി സിഗ്നൽസ് വന്നിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 18 and 19. അടുത്തത് 20 പിൻ എന്തിനു വേണ്ടിയിട്ടാണ്, പവർ സപ്ലൈ വന്നിട്ട് ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നാണ് 20th പിൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇതിന്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ് വന്നിട്ട് നമുക്ക് നെക്സ്റ്റ്